ചക്കര പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, ഞാനൊന്ന് കംഫർട്ടായിട്ട് ഇരുന്നോട്ടെ. ഈശോയെ, ഓക്കെ, സെറ്റല്ലേ? ഞാൻ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞിക്കാട്ടം വീഡിയോ ആണ്. അപ്പോൾ അതിനേക്കാൾ മുന്നേ ഞാൻ രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് വളരെ പരിമിതികളുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂമിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഒരു മീഡിയം സൈസുള്ള റൂമാണ്. അതിനകത്തൊരു ക്യൂൺ സൈസ് ബെഡ് കിടപ്പുണ്ട്. പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ അവളിരിപ്പുണ്ട്. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റ്, മുട്ടക്കാട്ടൻ റിംഗ് ലൈറ്റ് ഇതേ നിൽക്കുന്നു, അവൻ നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്റ്റൂളുണ്ട്. പിന്നെ എൻ്റെ മിത്രൻ്റെ, എൻ്റെ പൊന്നുമോൻ്റെ പട്ടിക്കുഞ്ഞിൻ്റെ, അവൻ്റെ ബെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിറഞ്ഞ മുറിയിൽ ഞാനൊരു കോർണറിൽ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ സംഭവം പൊളിക്കൂട്ടെ, കളറാക്കും. അത് പിന്നെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എൻ്റെ കയ്യിലുള്ള കുറച്ച് കുഞ്ഞി ഹെയർ സ്റ്റൈലിംഗ് ടൂൾസാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്പീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നീണ്ടു പോവാതിരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിരുന്നു ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാമെന്ന്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇല്ല, ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ കോൺസെപ്റ്റാണ്, ഓരോ ഇഷ്ടങ്ങളാണ്, താല്പര്യങ്ങളാണ്. അതൊക്കെ ഓരോ ആൾക്കാരുടെ. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, പോസിറ്റീവ് എനർജി, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ പുറത്തേക്ക് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട്, ചുമ്മാ ബണ്ണൊക്കെ കെട്ടി അങ്ങനെ പോകാറുണ്ട്. പക്ഷെ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ തന്നെ എൻ്റെ ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് സൗന്ദര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈലായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല, ഞാനിതൊക്കെ ആണ്ടിലും സംക്രാന്തിലും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഇനി ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതൊന്നും നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എൻ്റെ ഈ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന 170 കുറച്ച് ചില്ലറ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ, ഞാൻ ഓരോ പ്രാവശ്യം നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നതും അത്രയും ആത്മാർത്ഥതയോടെ, അത്രയും സ്നേഹത്തോടെയാണ് കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇല്ലേ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാ ആയി പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്നറിയില്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് വീഡിയോ എടുത്ത സമയത്ത് നല്ല രസമായിട്ടാണ് നിങ്ങൾ പോയി. പക്ഷെ രണ്ടാമത്തെ എടുത്തപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചും കൂടി കൂടിയേക്കണു. അപ്പോഴത്തേക്കിനും കുറച്ചും കൂടി നമുക്ക് എന്തോ ഉത്തരവാദിത്തം വന്ന പോലെയോ, അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം കൂടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ എന്തെങ്കിലും രസകരമായിട്ടുള്ള കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഉത്തരവാദിത്തം വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു. ഇപ്പോഴും ഞാൻ കുറച്ച് ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞല്ലോ, എനിക്ക് പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഹെയർ ഡ്രയറാണ്. നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന പോലെ അയണറും കേളറും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊന്നും വാങ്ങിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് നനഞ്ഞ മുടിയൊക്കെ നിങ്ങൾക്ക് സ്കൂളോ കോളേജിലും അതുപോലെ തന്നെ ജോലി സ്ഥലത്തൊക്കെ പെട്ടെന്ന് പോകണം, മുടി ഉണക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രയർ യൂസ് ചെയ്യും. ഇത് ഞങ്ങളിവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഡ്രയറാണ്. അപ്പോഴത്തേക്കിനും പിന്നെ ഒരു ചീപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബൗൺസി ആയിട്ട്, കുറച്ചും കൂടെ ഒരു വോളിയത്തിലൊക്കെ ഹെയർ നല്ല ബൗൺസി ആയിട്ടൊക്കെ കിടക്കാനായിട്ട് ഡ്രയർ ഹെൽപ്പ്. എൻ്റെ കൈ എത്തുന്ന ദൂരത്തൊന്നും ചീപ്പ് ഇരിപ്പില്ല. അല്ലാതെ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ, ചീപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സെൽഫായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പാർലറിൽ കിട്ടുന്ന ലുക്കൊന്നും കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് നീറ്റായിട്ട് മുടി കിടക്കും, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഉള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്കോണിക്കിൻ്റെ ബ്രാൻഡാണ്. ഇതിനകത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. അതുപോലെ ഹോട്ടും ഉണ്ട്, കൂളും ഉണ്ട്. നിങ്ങളപ്പോൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും, ഈ ബ്രാൻഡ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഹെയർ ഡ്രയർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും.
ഒരു ഹെയർ സ്പ്രേ ഒക്കെ കൊണ്ട് സ്പ്രേ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിടുവാണെങ്കിൽ നെക്സ്റ്റ് വാഷ് വരെ അത് നിൽക്കുകയും ചെയ്യും. ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേളറാണ്. ഈ കേളറിൻ്റെ ബ്രാൻഡ് വന്നിട്ട് VGR എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസം മുന്നേ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ത് കട്ടാന്ന് എനിക്കറിയത്തില്ല. ഹെയർ കട്ട് ചെയ്തപ്പോഴത്തേക്കും എന്താ ഈ ഫ്രണ്ടിലത്തെ ഹെയർ കണ്ടോ, അത് കുറച്ച് ഷോർട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സ്റ്റൈലായിട്ട് കിടക്കണമെങ്കിൽ ഡ്രയർ പറ്റത്തില്ല. നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇതിൽ ഹോട്ട് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇത് സെറ്റായി കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഇങ്ങനെ ഹോട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു കേളർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് വലിയ പ്രൈസൊന്നുമില്ല. VGR എന്നാണ് ബ്രാൻഡ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട്. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ഹാവൽസിൻ്റെ ഒരു സ്ട്രെയിറ്റ്നറാണ്. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 230 വരെ ഉണ്ട്. ഇതിൽ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു LED സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഹാവൽസിൻ്റെ ഒരു സ്ട്രെയിറ്റ്നറാണ്. ഇത് ഇപ്പോൾ ലോക്കാക്കി വെച്ചേക്കാണ്. ഇതെങ്ങനെയാണ് തുറക്കുന്നത്? മറന്നുപോയല്ലോ. ഓക്കെ, ഇതിപ്പോൾ ലോക്കാക്കി വെച്ചേക്കുവാന്നേ. ഇതെന്ന് വെച്ചുവാന്നേ ഇതാ ഇങ്ങോട്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ തുറന്നു വരും. അടഞ്ഞു, തുറന്നു, കണ്ടോ? ഇത്രയുള്ള പരിപാടി. പിന്നെ ഇതിലും വന്നിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു LED സ്ക്രീൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ചൂട് എന്തോരം ഉണ്ടെന്നൊക്കെ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് നിർബന്ധമല്ല കേട്ടോ, പക്ഷേങ്കിൽ നിങ്ങൾക്കൊരു കേളർ വേണം, നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ചുരുട്ടിയൊക്കെ ഇടാനായിട്ട് പറ്റുന്ന തരത്തിൽ വളരെ ഇതാണ്ട് 700 രൂപയാണ്ടേ ഉള്ളൂ. ബ്രാൻഡ് വന്നിട്ട് അഗാരോ. പക്ഷെ നല്ല സാധനം ഇത്. ഞാനിത് മടിച്ച് വാങ്ങിച്ചത്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് കൊള്ളായിരിക്കുമോ, ലാസ്റ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു. കാരണം ചില സ്ട്രെയിറ്റ്നറൊക്കെ ലോക്കൽ ബ്രാൻഡൊക്കെ വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അത് ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇത് 700 സംതിങ്ങേ ഉള്ളൂ. എന്നിട്ട് പോലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നല്ല കുഞ്ഞു പീക്കിരി കേൾസ് നമുക്ക് കിട്ടും കേട്ടോ. ബ്രാൻഡ് വന്നിട്ട് അഗാരോ. ഇപ്പം ഞാൻ 4 കാണിച്ചു കേട്ടോ. ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ഒരെണ്ണം കൂടി ഉള്ളൂ. അതായത് ഹെയർ ക്രിമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മറ്റേ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ ബ്രൈഡ്സിൻ്റെ ഹെയർ ഒക്കെ കുറച്ച് വോളിയത്തിൽ നിൽക്കാനും ഒക്കെ ഈ ഹെയർ ക്രിമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ABS Pro അങ്ങനെ എന്തുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഐക്കോണിക്കിൻ്റെ ഉണ്ടായിരുന്നു. ഐക്കോണിക്കിൻ്റെ എനിക്ക് 2 ഉണ്ടായിരുന്നു ഈ പറയുന്ന ക്രിമ്പർ. പക്ഷേ അത് കേടായിപ്പോയി. അത് ബ്രാൻഡ് കൊള്ളാഞ്ഞിട്ടല്ല, അത് വേറെന്തോ സംഭവിച്ചിട്ട് കേടായിപ്പോയതാ. ഈ നമ്മൾ കുത്തില്ലേ, കുത്തുമ്പോഴത്തേക്കിനും വോൾട്ടേജിൻ്റെ എന്തോ സംഭവത്തിൽ 2 അടിച്ചു പോയതാ. ഇതിൽ ഈ പറയുന്ന ലോക്കിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഇത് ലോക്കാവും. ഇത് ലോക്കല്ലേ? അയ്യോ, ഇതിനെന്തോ സംഭവിച്ചു കേട്ടോ. ഇതിനെന്തോ സംഭവിച്ചു കേട്ടോ. ഇത് തുറക്കുന്നില്ലല്ലോ. ഓ ശരി, അതിൻ്റെ മൂട്ടിലായിരുന്നു കേട്ടോ. സോറി. ഇതിൻ്റെ ലോക്ക് ചെയ്ത സാധനം വന്നിട്ട് ഇതിൻ്റെ മൂട്ടിലായിരുന്നു കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതാ ഇപ്പോൾ തുറന്നു വന്നു. ഇതാ ക്ലോസ് ചെയ്തു, തുറന്നു വന്നു, ക്ലോസ് ചെയ്തു. നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഒക്കെ കുറച്ച് ഫ്രിസി ആയിട്ടുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ വൈകുന്നേരം നമ്മൾ ദൈവം അനുഗ്രഹിച്ച് വീണ്ടും നമ്മൾ കാണും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കയറി കാണുന്ന ആൾക്കാർ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്.